ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിൽ തേനീച്ച കടന്നൽ ഈ പ്രാണികളെല്ലാം കുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. അപ്പോൾ ശ്രദ്ധാപൂർവം നമ്മൾ ആ തേനീച്ചയോ കടന്നലോ കുത്തിയിട്ടുള്ള അതിന്റെ കൊമ്പ് നമ്മുടെ ശരീരത്തിലിരിക്കും അല്ലെ. അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ അത് എടുത്തു മാറ്റണം. ഒരിക്കലും വിരലുകൾ കൊണ്ട് അമർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് അത് ഞെക്കിയെടുക്കാനോ ഒന്നും ശ്രമിക്കാൻ പാടില്ല. കാരണം എന്താണ്, അങ്ങനെ ചെയ്യുമ്പോൾ വിഷം നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കടക്കാനായിട്ട് ഇത് ഇടയാക്കും. പിന്നെ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവും, വീക്കം ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറാനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ ഐസ് വെച്ചിട്ട് ആ കടിയേറ്റ ഭാഗത്ത് അമർത്തി പിടിക്കണം. അപ്പൊ ഈ വേദനയും നിർവീക്കും ഒക്കെ മാറാനായിട്ട് അത് ഹെൽപ്പ് ആവും. പിന്നെ അലർജി ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് കാരണം ഇങ്ങനെ ഉള്ള രോഗികളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വൈദ്യുതാഘാതം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. വൈദ്യുതാഘാതം മൂലം ഒരു രോഗിയിൽ സാധാരണ എന്തൊക്കെ ഉണ്ടാവും? ഹൃദയത്തിന്റെ താളം തെറ്റും, അതുപോലെ തന്നെ പൊള്ളലേൽക്കാം. ശക്തമായിട്ടുള്ള വൈദ്യുതാഘാതമാണെന്നുണ്ടെങ്കിൽ പൊള്ളലേൽക്കാം. പിന്നെ അതുപോലെ ശക്തമായിട്ട് കറണ്ട് അടിക്കുമ്പോൾ നമ്മൾ തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ തെറിച്ച് അങ്ങനെ വീഴുമ്പോൾ അസ്ഥികൾക്ക് ഒടിവുകളും മുറിവുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി വൈദ്യുതാഘാതം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷകൾ കൊടുക്കണമെന്ന് നോക്കാം. ആഘാതമേറ്റ ആളെ സ്പർശിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ അയാളെ തൊടുന്നതിന് മുമ്പ് എന്താണ്, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കും കൂടി ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഷോക്കേറ്റ ആളെ നിരപ്പായ നല്ല ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ മലർത്തി കിടത്തണം. എന്നിട്ട് അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ജീവൻ രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണം. ഹൃദയസ്തംഭനാണെന്നുണ്ടെങ്കിൽ CPR ഉടനടി കൊടുത്തു തുടങ്ങണം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ വൈദ്യുതി കമ്പികളൊക്കെ പൊട്ടിക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അധികാരികളെ ഉടൻ തന്നെ നമ്മൾ വിവരം അറിയിക്കണം. പിന്നെ ഈ വൈദ്യുതാഘാതമേറ്റ ആളെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കാനും നോക്കേണ്ടതാണ്. നെക്സ്റ്റ്, തലകറക്കം അല്ലെങ്കിൽ തലചുറ്റല് ഉണ്ടാവുന്ന രോഗികളെ എന്താണ് അതിനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഭക്ഷണം, വെള്ളം ഇത് ഇല്ലാത്തതാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുമ്പോൾ ചിലർ തലചുറ്റി വീഴും. ക്ഷീണം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗികൾക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ തലകറക്കം ഉണ്ടാവും. അപ്പോൾ തലകറക്കമായിട്ട് ഒരാള് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അയാളെ എന്താണ് വായുസഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് അയാളുടെ ഇറുകിയ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് കാലുകൾ ഉയർത്തി വെക്കണം. ഛർദ്ദിക്കാനായിട്ടുള്ള സാധ്യത ഇല്ലെങ്കിൽ മാത്രം സാധാരണഗതിയിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിന് ചാനൽ കാണാം. താങ്ക് യു.